ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു മൂവി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു എ ഐ വെച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. ഞാൻ ഈ എ ഐ വെച്ചിട്ട് ഒരു മൂവി ട്രെയിലർ ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുള്ളത്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ച് ഷോർട്ട് ഫിലിമും ഒരു ഫുൾ മൂവിയും എങ്ങനെയും എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ട്രെയിലറാണ്. നിങ്ങൾ ആദ്യം ഈ ട്രെയിലർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു മൂവിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് 4 സ്റ്റെപ്സാണ്. സോ ഫസ്റ്റ് നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം. നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് നമുക്ക് ഇതിന് മുന്നേ തന്നെ നമ്മളെ കയ്യിൽ വേണം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ChatGPT ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റ് വെച്ച് ഓരോരോ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. സോ ടെക്സ്റ്റ് ടു ഇമേജ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ പിന്നെ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് വെച്ചിട്ട് ഓരോ ഇമേജ് നമുക്ക് ഓരോ വീഡിയോ ആക്കി മാറ്റണം. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇമേജിൽ നിന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യലാണ്. സോ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഷോർട്ട് ഫിലിമാണ് ഷോർട്ട് ഫിലിം, ഫുൾ മൂവിയാണ് ഫുൾ മൂവി, ഞാനിപ്പോൾ ഇവിടെ ട്രെയിലറാണ് ചെയ്യുന്നത്, അങ്ങനെ എഡിറ്റ് ചെയ്യലാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനായിട്ട് ഞാനിവിടെ സ്ക്രിപ്റ്റിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ChatGPT ആണ്. ഞാൻ ഇവിടെ 2 രീതിയിലാണ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വേണ്ടത് ഫോട്ടോ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റും പിന്നെ ജനറേറ്റ് ചെയ്ത് വന്ന ഫോട്ടോ ഉപയോഗിച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റാണ് ഞാനിവിടെ ChatGPT ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് നമ്മളൊന്ന് യൂസ് ചെയ്യുന്നത് Xfield AI ആണ്. ഇതാണ് നമ്മൾ Xfield AIൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ വീഡിയോ എന്ന് കണ്ടില്ലേ, വീഡിയോ സെലക്ട് ചെയ്തിട്ട് സിനിമാറ്റിക് സ്റ്റുഡിയോ എടുത്താലും മതി, അല്ലെങ്കിൽ ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ സിനിമാറ്റിക് സ്റ്റുഡിയോ, ആ സിനിമാറ്റിക് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്താലും മതി. സിനിമാറ്റിക് സ്റ്റുഡിയോ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുൾ വർക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ആ സിനിമാറ്റിക് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയി ഓപ്പൺ ആയി വരിക. ഇതിൽ ഫസ്റ്റ് മുകളിൽ ഇമേജ് ഉണ്ട്, താഴെ വീഡിയോ ഉണ്ട്. ഇമേജിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണ്ട ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റാണ് അവിടെ കൊടുക്കേണ്ടത്. ഇമേജ് കൊടുക്കുമ്പോൾ തന്നെ താഴെ 4x4 നമ്മൾ 4x4 എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരൊറ്റ പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ അതിൻ്റെ 4 വെറൈറ്റി ഓഫ് ഫോട്ടോസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് വരും. അത് നല്ലൊരു ഓപ്ഷനാണ്. സോ നമുക്കതിൽ ബെറ്റർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് മൈനസ് ചെയ്താൽ 1x4 ആക്കാൻ പറ്റും. 1x4 ആക്കിയാൽ സിംഗിൾ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് വരാം. നെക്സ്റ്റ് വരുന്നത് 4K. നമുക്കിവിടെ 2K ഉണ്ട്, 4K ഉണ്ട്. നമുക്ക് നമ്മൾ ക്ലാരിറ്റി എങ്ങനത്തെ ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുകൂടെ സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്യാമറ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതൊരു ക്യാമറയിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ക്യാമറ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലെൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലോസപ്പ് ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും, വൈഡ് ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും, നമുക്ക് അത് നോർമൽ ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും എല്ലാം നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ നോർമലി ഒരു എയിലും കാണാത്തൊരു ഫീച്ചറാണിത്. ദെൻ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ജനറേറ്റ് കൊടുത്താൽ എൻ്റെ ഫോട്ടോ അവിടെ ജനറേറ്റ് ആയി വരുന്നതാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സയൻസ് ഫിക്ഷൻ മൂവി ട്രെയിലറാണ്. നമ്മളിപ്പോൾ കോമൺലി നമുക്ക് ഏലിയൻസിൻ്റെ എൻട്രിയൊക്കെ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത് USA അതുപോലത്തെ കൺട്രീസിലാണ്. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഏലിയൻ അറ്റാക്ക് അല്ലെങ്കിൽ ഏലിയൻ്റെ എൻട്രി നമ്മൾ കേരളത്തിൽ വന്നാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഒരുപാട് ക്ലിപ്സ് ഇവിടെ ഓൾറെഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ഏലിയൻ്റെ ക്ലോസപ്പ് ഷോട്ട്, പിന്നെ ഒരു UFO വന്ന് ബ്ലാസ്റ്റ് ആവുന്നതിൻ്റെ ഷോട്ട്, പിന്നെ ഫസ്റ്റ് ഷോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു ക്യൂരിയസ് ആയിട്ട് മുകളിലോട്ട് ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നൊരു ഷോട്ട്. അങ്ങനത്തെ കുറച്ച് ഷോട്ടുകളാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഷോട്ടുകൾ ഓൾറെഡി ഇവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വില്ലേജസ് എല്ലാവരും കൂടി ഏലിയനെ ഒരു കാട്ടിൽ നിന്ന് ഫൈൻഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഷോട്ട്. അതിൻ്റെ ഫോട്ടോ അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലൊരു സെൻസിറ്റീവ് കണ്ടൻ്റ് ഉള്ളത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സോ
ഞാനിവിടെ ഏകദേശം 4 ഫോട്ടോ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോട്ടോ ഇതിൽ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് എൻ്റെ ഫോട്ടോസ് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ വേണ്ട ഫോട്ടോസ് ഫുള്ള് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഷോട്ട് എന്താണെന്ന് വെച്ചാൽ ഏലിയൻ ആയിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ഇവിടെ നമ്മളെ ഫോട്ടോസ് കംപ്ലീറ്റ്ലി ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ജനറേറ്റ് ആയി വന്നിട്ടുള്ള ഫോട്ടോസ് അത് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വന്നതിന് ശേഷം ഇവിടെ ഇമേജ് എന്നുള്ളതിൻ്റെ താഴത്ത് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴെ മൂവ്മെൻറ്റ് എന്ന് കണ്ടില്ലേ, ആ മൂവ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് മൂവ്മെൻറ്റിനുള്ള നമ്മൾ ഫോട്ടോ ജനറേറ്റ് ആയി വരുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് വേണ്ടത്, ഒരു ഡ്രോൺ ഷോട്ട് പോലെയാണോ അതോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ എന്നുള്ളതിനൊക്കെ എങ്ങനെയാണ് നമ്മുടെ മൂവ്മെൻറ്റ് വേണ്ടതെന്നുള്ളത് അതിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിനുള്ള ഡ്യൂറേഷനാണ്, നമുക്ക് എത്ര ഡ്യൂറേഷൻ വേണം, 5 സെക്കൻഡോ 10 സെക്കൻഡോ എത്ര ഡ്യൂറേഷൻ വേണമെന്ന് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ അതിന് മ്യൂസിക്, അതിൻ്റെ ഒപ്പം സൗണ്ട് ജനറേറ്റ് ആയി വരണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കി കൊടുത്താൽ മതി. ദെൻ വരുന്നത് 4x4. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദെൻ ജനറേറ്റ് ആകുമ്പോൾ തന്നെ ഓൾറെഡി 4x4 സെലക്ട് ചെയ്താൽ നമുക്ക് 4 വീഡിയോ സെലക്ട് ആയി വരും. അല്ലെങ്കിൽ 1x4 ആണെങ്കിൽ ഒരു വീഡിയോ ജനറേറ്റ് ആയി വരുള്ളൂ. 4x4 സെലക്ട് ചെയ്താൽ 4 വീഡിയോ നമുക്ക് ജനറേറ്റ് ആയി വരും. അത് സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് സ്റ്റാർട്ട് ഫ്രെയിമിൽ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ ജനറേറ്റ് ചെയ്തില്ലേ, മുകളിൽ ഇവിടെ ഇമേജ് ജനറേഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ജനറേറ്റ് ആയി വന്നിട്ടുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാം. നമ്മുടെ സ്റ്റാർട്ട് ഫ്രെയിമിൽ നമ്മൾ ഓൾറെഡി ജനറേറ്റ് ആയി വന്നിട്ടുള്ള ഫോട്ടോ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ സ്റ്റാർട്ട് ഫ്രെയിമിൽ നമുക്ക് ആ ഫോട്ടോൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയി വരുന്നതാണ്. പിന്നെ ഇവിടെ എൻഡ് ഫ്രെയിം ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഫ്രെയിമും എൻഡ് ഫ്രെയിമും ചൂസ് ചെയ്താൽ മതി. എനിക്കിവിടെ ഒരു കണ്ടിന്യൂറ്റിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഓരോരോ ഷോട്ട് സിംഗിൾ ആയിട്ടാണ് വേണ്ടത്. സോ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ഫ്രെയിം മാത്രം ചൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു മൂവിയാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇങ്ങനെ കിട്ടി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, എങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടതെന്ന് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്ലിപ്പ് ജനറേറ്റ് ചെയ്യുമ്പോൾ എൻഡ് ഫ്രെയിം സ്റ്റാർട്ട് ഫ്രെയിമിലും ഷോട്ടിൻ്റെ എൻഡ് ഫ്രെയിമും സെലക്ട് ചെയ്താൽ ഇതൊരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ദെൻ ജനറേറ്റ് കൊടുത്താൽ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി വരുന്നതാണ്. സോ അതാ ഫസ്റ്റ് വീഡിയോ നമ്മൾ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ജനങ്ങളൊക്കെ പീപ്പിൾസ് എല്ലാം എന്തോ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ എന്തോ നോക്കി നിൽക്കുന്ന പോലത്തെ ഷോട്ട്. ഇവിടെ 4 വീഡിയോ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. 4 വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വീഡിയോ ഏതാണെന്ന് നോക്കിയിട്ട് ശേഷം അത് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ഷോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ എൻഡ് ഫ്രെയിം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഫോട്ടോൻ്റെ സ്റ്റാർട്ടിങ് ഫ്രെയിം സെലക്ട് ചെയ്യാം. ദെൻ അതിൻ്റെ
പ്രോംപ്റ്റ് വേണം ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അവിടെ ChatGPT നമുക്ക് എത്ര സെക്കൻഡാണ് വേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. ഇവിടെ 5 സെക്കൻഡ് 6 സെക്കൻഡൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മാക്സിമം 10 സെക്കൻഡിൽ തന്നെ ജനറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടാത്ത ഷോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. ജനറേഷൻ കൊടുത്താൽ അവിടെ ഒരു UFO വന്ന് ബ്ലാസ്റ്റ് ആവുന്ന ഒരു കാട്ടിൽ UFO വന്ന് ബ്ലാസ്റ്റ് ആവുന്ന ഷോട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയി വരുന്നുണ്ട്. ഇതിൽ വന്നില്ല, ഇതിൽ ഒരുപാട് മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സൂം ഔട്ടൊക്കെ കൊടുത്താൽ നമ്മൾ ഡ്രോൺ ഷോട്ടൊക്കെ നമുക്ക് സൂം ഔട്ട് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സബ്ജക്റ്റിലോട്ട് ലെഫ്റ്റ് നിന്ന് വരുന്നത്, റൈറ്റിൽ നിന്ന് വരുന്നത്, ഡോളി ഷോട്ട്, ഇഷ്ടം പോലെ ഷോട്ടുകൾ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഏത് ഷോട്ടാണ് വേണ്ടതെന്ന് ഇത് നോക്കിയതിന് ശേഷം സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇനി എല്ലാ ഫോട്ടോസും ജനറേറ്റ് ചെയ്ത് വീഡിയോ ആക്കി മാറ്റുന്നുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ ചെയ്യുന്നത് hixfield.ai എന്നുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ലാപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ സിനിമാറ്റിക് സ്റ്റുഡിയോ അവർ ഇതിൽ പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു AI ആണ്. അതുപയോഗിച്ചിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇമേജ് ജനറേഷനും വീഡിയോ ജനറേഷനും എഡിറ്റിങ്ങിനും ക്യാരക്ടറിനും എല്ലാത്തിനും നിങ്ങൾക്ക് ഒരുപാട് AI ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യാം.
ഞാനിവിടെ ഫസ്റ്റ് ഒരു 7 സീനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ട്രെയിലർ ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും 7 ഷോട്ട് പോരാ. സോ ഞാൻ അതിൽ അഡീഷണൽ ആയിട്ട് പിന്നെയും പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം അഡീഷണൽ ഷോട്ട് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വീഡിയോ ജനറേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഓവർ. നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോ അതിന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതെന്തെങ്കിലും നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് എല്ലാം ഒന്ന് അലൈൻ ചെയ്തിട്ട് ഒരു ഫൈനൽ ഔട്ടായിട്ട് ഒരു ഒറ്റ സിംഗിൾ വീഡിയോ ആക്കി മാറ്റണം. ഇതിന് വലിയ എഡിറ്റിംഗ് സ്കില്ലൊന്നും വേണ്ട. ഞാൻ ഇവിടെ പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോസും ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റിൽ എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ വീഡിയോസൊക്കെ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ട്രെയിലർ ഷോട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപ്കട്ടോ VN ഇൻഷോട്ടോ അതിലുപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ് ഇവിടെ പ്രീമിയർ പ്രോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രീമിയർ പ്രോ, ഡാവിഞ്ചി അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ കട്ട്, നിങ്ങൾക്ക് തന്നെ ഏതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ വീഡിയോസ് നമ്മൾ ഫുള്ള് എല്ലാ വീഡിയോസും ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ അത് അലൈൻ ചെയ്ത് വെക്കുക. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മൂവി ട്രെയിലറാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഇമോഷനിലോട്ട് മാറുക. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഏകദേശം എഡിറ്റ് ചെയ്ത് വന്നിട്ടുള്ള വീഡിയോ ഇങ്ങനെയാണ് വരുന്നത്. ഞാനിവിടെ അഡീഷണൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ യൂട്യൂബിൽ പോയതിന് ശേഷം ഞാനിവിടെ ട്രെയിലർ ആയതുകൊണ്ട് മൂവി ട്രെയിലറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് അവിടെ അവൈലബിൾ ആണ്. ദെൻ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ. ഇതിൽ ഫസ്റ്റ് ഷോട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സസ്പെൻസായി നിൽക്കുന്ന ഒരു ഷോട്ട് വെച്ചതിന് ശേഷം ഫസ്റ്റ് എൻട്രിയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ട്രെയിലർ ആകുമ്പോൾ നമ്മൾ ഫുള്ളി സസ്പെൻസായിട്ട് വേണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ. ദെൻ ഇതിൽ മ്യൂസിക് വേണ്ട സ്ഥലത്ത് മ്യൂസിക് ആഡ് ചെയ്യാം. ദെൻ ഓഡിയോ വേണ്ട സ്ഥലത്ത് നമ്മൾ ഓഡിയോ ആഡ് ചെയ്യണം. ഞാനിവിടെ ഈ UFO ബ്ലാസ്റ്റിങ്ങിൻ്റെ ടൈമിലുള്ള ഓഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡയലോഗ്സും ഞാൻ അതിൽ കീപ്പ് ചെയ്തിട്ടില്ല. ഡയലോഗ്സൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയലോഗ്സൊക്കെ ഇതിൽ ഓൾറെഡി കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ ട്രെയിലർ ആയതുകൊണ്ടാണ് ഡയലോഗ്സൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ UFO ബ്ലാസ്റ്റിങ്ങിൻ്റെ സൗണ്ട് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ദെൻ ഫോർത്ത് വീഡിയോ UFO ബ്ലാസ്റ്റിങ്ങിൻ്റെ വെച്ചു. ദെൻ നെക്സ്റ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ പേര് കാണിക്കുന്ന ഒരു ഏരിയ ആണ്. അത് ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേര് ലൂണോ പ്രൊഡക്ഷൻസ് വെച്ചിട്ടുണ്ട്. ദെൻ പകുതി കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഏലിയനുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ദെൻ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സംസാരിക്കുന്നത് എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊടുത്താൽ ഒന്നും കൂടി മേ ബി ബെറ്റർ ആവും.
സോ ഇതാണ് നമ്മളെ വീഡിയോ. നമ്മളെ AI പ്ലാറ്റ്ഫോമിനെ കുറിച്ചും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.